കുടുംബ പ്രേക്ഷകരായ വീട്ടമ്മമാർക്ക് സിനിമാ താരങ്ങളെക്കാൾ സുപരിചിതർ മിനിസ്ക്രീൻ താരങ്ങളെയാണ്. പ്രത്യേകിച്ച് സീരിയൽ അഭിനേതാക്കളെയും റിയാലിറ്റി ഷോ മത്സരാർത്ഥികളെയും നിരവധി മെഗാ ഹിറ്റ് സീരിയലുകൾ സമ്മാനിച്ചിട്ടുണ്ട് ചാനലാണ് ഏഷ്യാനെറ്റ്. ആ കൂട്ടത്തിൽ ഒന്നാണ് ഒരു സമയത്ത് TRP റേറ്റിംഗ് മുൻനിരയിൽ നിന്നിരുന്ന പാരിജാതം എന്ന സീരിയൽ. 2008-2011 കാലയളവിലായിരുന്നു പാരിജാതം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന. സീമയും അരുണിമയും JPയും ആൻറ്റിയമ്മയും ഒന്നും പ്രേക്ഷകർക്ക് ഇന്നും മറന്നിട്ടില്ല. 500 എപ്പിസോഡുകൾ സീരിയലിൻ്റെ സംപ്രേഷണം ചെയ്തിരുന്നു. സീരിയൽ നായികാവേഷം ചെയ്തിരുന്ന നടി രസ്നയുമായിരുന്നു. അന്ന് 20 വയസ്സ് പോലും രസ്നയ്ക്ക് പ്രായമുണ്ടായിരുന്നില്ല. എന്നിട്ടും വളരെ പക്വതയോടെ പാരിജാതത്തിൽ സീമ, അരുണിമ എന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രസ്ന ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിയത്. മ്യൂസിക് ആൽബങ്ങളിലൂടെയായിരുന്നു തുടക്കം. ഷാജു ശ്രീധരൻ സംഗീത ആൽബങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. യൂട്യൂബർ, സോഷ്യൽ മീഡിയയിൽ സജീവമല്ല കാലഘട്ടമായിരുന്നു കൂടി. രസ്ന ആൽബങ്ങളിൽ എല്ലാം ഹിറ്റായിരുന്നു. അതോടെ സീരിയലിലേക്ക് അവസരം വരാൻ തുടങ്ങി. അമ്മയ്ക്കായിരുന്നു ആദ്യത്തെ സീരിയൽ. സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ രസ്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. സാക്ഷി P. ദേവരാജ് എന്നാണ് ഇപ്പോൾ രസ്ന അറിയപ്പെടുന്ന നടി. മുസ്ലിം കുടുംബത്തിലെ അംഗമായിരുന്നു. അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഇടയ്ക്കിടെ സ്വന്തം വിശേഷങ്ങൾ നടി പങ്കുവയ്ക്കാറുണ്ട്. നിരവധി സീരിയലുകളിൽ നടി അഭിനയിച്ചുകൊണ്ടിരിക്കെ തന്നെ സിനിമകളിൽ ചെറിയ വേഷങ്ങളിലും നടി അഭിനയിക്കുന്നുണ്ടായിരുന്നു. വിവാഹത്തോടെ എല്ലാവരെയും പോലെ തന്നെ രസ്ന അഭിനയം ഉപേക്ഷിച്ചു. മലയാളത്തിന് പുറമെ അന്യഭാഷകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് രസ്ന. സീരിയൽ സംവിധായകനായ ബൈജു ദേവരാജാണ് വിവാഹം ചെയ്തത്. അതൊരു പ്രണയ വിവാഹമായിരുന്നു. മാത്രവുമല്ല വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു വിവാഹമായിരുന്നു. കഴിഞ്ഞ ദിവസം പട്ടുസാരിയും ആഭരണങ്ങളും അണിഞ്ഞ് സിന്ദൂരവും ചാർത്തി മുല്ലപ്പൂവും ചൂടി നിൽക്കുന്ന ചിത്രം രസ്ന പങ്കുവച്ചിരുന്നു. മെഹന്തി അണിഞ്ഞ് കൈകൾ കൊണ്ട് പകുതി മുഖം മറച്ചു നിൽക്കുന്ന രസ്നയാണ് ചിത്രത്തിലൂടെ കാണാൻ കഴിഞ്ഞത്. രസ്നയുടെ പാത പിന്തുടർന്ന് സഹോദരിയായ മെർഷീനയെ അഭിനയ രംഗത്തെത്തിയിട്ടുണ്ട്. രസ്നയുടെ അതേ കഴിവും മികവും ഒത്ത അഭിനയ രീതി തന്നെയാണ് മെർഷീനയുടെയും. പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാനും ഇതിനോടകം തന്നെ മെർഷീനകം കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിലാണ് താരം ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.